ഒരിക്കലും ഒരു മൂന്നാം ലോക യുദ്ധം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യം ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്കാണ് ലോകം വഴി തുറക്കുന്നത് എന്നൊരു അവസ്ഥയിലേക്കാണോ കൊണ്ടെത്തിക്കുന്നത്? അത് നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന്. പക്ഷേ ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് ഇനി അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു യുദ്ധം ഉണ്ടായാൽ തന്നെ പല രാജ്യങ്ങൾക്കും യുദ്ധത്തോട് താല്പര്യമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കാലും, ഇപ്പോൾ ഈ യുദ്ധത്തെ താല്പര്യമേ ഇല്ലാത്തൊരു രാജ്യമാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഈ ഒരു യുദ്ധത്തിൽ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ശാന്തിയുടെ മാർഗം സ്വീകരിക്കണം എന്നാണ് ഇന്ത്യ പറയുന്നത്. സമാധാനത്തിന്റെ ഭാഗം സ്വീകരിക്കണം എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇനിയിപ്പം ഇറാൻ ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു മിസൈൽ ഉതിർത്ത് കഴിഞ്ഞാൽ ഇന്ത്യ മിണ്ടാതിരിക്കുമോ? അതാണ് ഇവിടെ പ്രശ്നം. ഇന്ത്യ പറയുന്നത് ഞങ്ങൾ യുദ്ധത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല, ഞങ്ങൾ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരും സമാധാനമായിട്ട് മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇത് ഈ യുദ്ധ സമയത്തല്ല, റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടായപ്പോൾ മുതൽ ഇന്ത്യ എടുക്കുന്ന നിലപാടാണ്. ഇന്ത്യ റഷ്യയിൽ പോയി അവിടുത്തെ പ്രസിഡന്റിനെ കാണുന്നു, പുടിനുമായിട്ട് സംസാരിക്കുന്നു, അതിനുശേഷം സെലൻസ്കിയെ കാണാൻ ഉക്രൈനിൽ പോകുന്നു, അവരുമായി സംസാരിക്കുന്നു. അങ്ങനെ യുദ്ധം വേണ്ട എന്ന് രണ്ട് കൂട്ടരുടെ അടുത്തും ഇന്ത്യ പറയുന്നുണ്ട്. അവസാനം ഇവർ തന്നെ പറയുന്നു നമുക്കൊരു സമാധാന ചർച്ചയിലേക്ക് പോകാമെന്ന്. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇസ്രയേലിനെ കയറി ഹമാസ് ആക്രമിച്ചിട്ട് 1 വർഷം തികയാണ്. അപ്പോൾ ഏത് രീതിയിൽ ഹമാസ് തിരിച്ചടിക്കുമെന്നുള്ളത് നമുക്ക് അറിയില്ല. അതിനിടയിൽ ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു സംഘം ആൾക്കാർ കയറി വീണ്ടും ഇസ്രയേലിനെ ആക്രമിക്കുന്നു. ഇസ്രയേൽ അവർക്കും തിരിച്ചടി കൊടുക്കുന്നു. ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇവർക്കെല്ലാം തന്നെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരിട്ട് യുദ്ധമുഖത്തേക്ക് വരുന്നു. അവർക്ക് ഇറാൻ ഒരു പിന്തുണയായിട്ട് റഷ്യ നിൽക്കുന്നു. കാരണം ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ട നിരവധി മിസൈലുകൾ, ഈ മിസൈല് ഇത് എന്താണ്, റഷ്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള അദ്ദേഹം ഇറാൻ സന്ദർശിച്ചതിന് ശേഷമാണ് ഈ ഒരു യുദ്ധം ഉണ്ടായത് എന്ന് നമുക്ക് അറിയാം. അപ്പം റഷ്യയുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണ ഇറാനുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഇറാൻ ഒരിക്കലും യുദ്ധമുഖത്തേക്ക് വരില്ല എന്നാണ് നമ്മൾ കരുതിയത്. 180ഓളം മിസൈലുകളാണ് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. അവർ പല മാർഗങ്ങൾ ഉപയോഗിച്ച്, പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ തകർത്തു. പക്ഷേ ഇറാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടത് ഇസ്രായേലിലെ ഈ ആണവ മേഖലയുണ്ട്, അവരുടെ ആണവ നിർമ്മാണ ബോംബുകളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തകർക്കാനായിട്ട് ഇറാൻ ശ്രമിച്ചു. അപ്പോൾ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിച്ചിരിക്കും. അമേരിക്ക പറഞ്ഞു ആനുപാതികമായി മാത്രമേ തിരിച്ചടിക്കാവൂ എന്ന് പറഞ്ഞാൽ എണ്ണപ്പാടങ്ങളൊന്നും കത്തിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ എണ്ണപ്പാടങ്ങളൊക്കെ കത്തിച്ച് അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളൊക്കെ കത്തിച്ച് ഇസ്രായേൽ ഒരു തിരിച്ചടി കൊടുത്താൽ യുദ്ധം വളരെ വലിയതായിട്ട് വ്യാപിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി ഒത്തിരി വലുതാകും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഒരു യുദ്ധമുണ്ടായാൽ അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും, എല്ലാ രാജ്യങ്ങളുടെയും ട്രേഡിനെ ബാധിക്കും. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യ എല്ലായ്പ്പോഴും ഈ ഓയിൽ ഇറക്കുമതി ചെയ്യുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ $10 ബില്യൺ ഓയിൽ എക്സ്പോർട്ടാണ് ഇന്ത്യ നടത്തിയത്. ഇത്തവണ ഈ ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്താൽ അത് $5.9 ബില്യൺ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 38% ഇടിവുണ്ടായി. ഇതുമൂലം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ബാരൽ കണക്കിന് ഡോളറിൻ്റെ വില വർദ്ധിക്കും. അങ്ങനെ വില വർദ്ധിച്ചാൽ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാകും. അപ്പം ഈ യുദ്ധമുണ്ടായാൽ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഓയിൽ കയറ്റുമതി ചെയ്യുന്നത്. അവർ പെട്ടെന്ന് ഈ ഓയിലിൻ്റെ വില അങ്ങ് കൂട്ടും. അപ്പോൾ രാജ്യങ്ങളുടെ ട്രേഡിനെ സുഗമമായി ബാധിക്കുന്ന ഈ വ്യാപാര രംഗത്തെ അത് പൂർണ്ണമായിട്ടും ബാധിക്കും. അപ്പം ലോകത്തെ ഫ്രാൻസ്, ബ്രിട്ടൻ, UK, റഷ്യ, അമേരിക്ക എല്ലാവരും യുദ്ധമുഖത്തേക്ക് വരികയാണ്. അപ്പോൾ യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുന്ന നമ്മൾ പോലും ഈ യുദ്ധത്തിൻ്റെ ഒരു വഴിയിലേക്ക് നമ്മളെ ഒരു വലിച്ചിഴച്ചുകൊണ്ട് പോകും. അങ്ങനെ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഇന്ത്യയിൽ നിന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് വേറെ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ ഈ ജമാഅത്ത് ഇസ്ലാമി ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച് അവിടെ ഒരു ഭരണം പിടിച്ചെടുക്കുക. അപ്പോൾ അവരെന്താ ഇത് കലാപം ഉണ്ടാക്കി, അവിടുത്തെ ക്രിമിനലുകൾ അല്ലെ ഗുണ്ടകൾ ഇവരൊക്കെ വന്നിട്ട് ഇവരെന്ത് പണി അവിടെ ചെയ്താലും ചോദിക്കാനും പറയാനും ആരുമില്ല. പട്ടാളം ഓടിപ്പോയി, പോലീസ് ഓടിപ്പോയി. അപ്പോൾ അരാജകത്വം നിലനിൽക്കുന്ന രീതിയിൽ ഒരു രാജ്യത്ത് എന്തൊക്കെ അക്രമവും കൊള്ളിവെപ്പും നടത്താമെന്ന് ബംഗ്ലാദേശ് കാണിച്ചു തന്നു. കുറച്ചാൾ കഴിയുമ്പോൾ ചൈന വിചാരിക്കുകയാണ് ഞങ്ങൾ കുറച്ചാൾ തൈവാനെ ലക്ഷ്യമിട്ടതാണ്, ഇനി തൈവാനെ അങ്ങ് ആക്രമിച്ച് നമ്മുടെ ഒപ്പം നിർത്തിയേക്കാം, ഇനി അരുണാചൽ പ്രദേശിലെ കുറച്ച് ഭാഗം നമുക്ക് വേണം, ലഡാക്ക് വേണം, അപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചേക്കാം. അപ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യ പ്രതിരോധിക്കും. അപ്പോൾ യുദ്ധം വേറൊരു തലത്തിലേക്ക് മാറിയില്ലേ? അങ്ങനെ ഓരോരോ ഇപ്പോൾ സൗത്ത് കൊറിയ വിചാരിക്കണം എന്നാൽ നോർത്ത് കൊറിയ ഒന്ന് ആക്രമിച്ചേക്കാം. അപ്പം ഒരിടത്ത് യുദ്ധം നടക്കുന്നു, അതിൻ്റെ പ്രതിഫലനങ്ങളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ യുദ്ധമുണ്ടാകുന്നു. അപ്പോൾ റഷ്യ വേണം ഇറാനെ സഹായിക്കാനായിട്ട് ഇസ്രായേലിനെതിരെ വരും. ഇസ്രായേലിന് എപ്പോഴും പിന്തുണയായിട്ട് അമേരിക്കയുണ്ട്. അപ്പോൾ വൻ ശക്തികളും ഈ പിന്തുണയുമായി വരുന്നതോടുകൂടി ലോകത്തിലെ എല്ലാ ശക്തികളും യുദ്ധമുഖത്തേക്ക് എത്തുകയാണ്. അത് വലിയ ആഭ്യന്തരവും ബാഹ്യവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇന്ത്യ ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ചേർന്ന് ഒരു എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നുണ്ട് ഈ കപ്പൽ ഗതാഗതത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്ത ഇറാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുണ്ട്, പാകിസ്ഥാൻ, ഇവരൊക്കെ പറയുന്നത് ഇത് വേണ്ട
എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു കോറിഡോർ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ചൈന ഒരു ബെൽറ്റ് ആൻഡ് ബിൽഡ് റോഡ് സംവിധാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് ഭീഷണിയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ആ പ്രോജക്റ്റ് ഈ യുദ്ധം വന്നതോടുകൂടി നിന്നുപോയി. പാതി വഴിയിൽ ഇത്തരം പദ്ധതികളെല്ലാം നിലയ്ക്കുകയാണ്. ഇത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല, ഈ യുദ്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ലോകത്തുണ്ടായിട്ടുണ്ട്. പണ്ട് ഗോത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അന്നും യുദ്ധം ഉണ്ടായി. പിന്നീട് അത് സമൂഹമായി മാറി, അപ്പോഴും യുദ്ധം ഉണ്ടായി. പിന്നെ രാജ്യമാകുന്നു, സാമ്രാജ്യങ്ങളാകുന്നു. അപ്പോൾ യുദ്ധങ്ങൾ ഒരു കാലത്തും അവസാനിക്കുന്നില്ല. ഈ 17-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൽ, എല്ലാ നൂറ്റാണ്ടിലും യുദ്ധം ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടുണ്ടായ യുദ്ധമാണ് ഏറ്റവും വലുത്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ USSRും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു കാലം. ലോകത്തെ ഏറ്റവും വിസ്തൃതമുള്ള രാജ്യം USSR ആയിരുന്നു. ലോക പോലീസ് എന്ന് പറയുന്ന ഒരു പട്ടമുള്ളത് അമേരിക്കയായിരുന്നു. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ എല്ലാ രാജ്യങ്ങളിലും രണ്ട് ചേരികളിലായി അണിനിരന്ന് വലിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടാകുമായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് ഒഴിഞ്ഞുപോയി. പിന്നീട് എന്താണ്, ജപ്പാനിൽ അമേരിക്ക ആറ്റം ബോംബ് വിക്ഷേപിച്ചു. അതോടുകൂടി ആണവ വികിരണത്തിൻ്റെ ഒരു ശക്തി എത്രത്തോളം കാലമുണ്ടായിരുന്നു, ഇന്നും ജപ്പാൻ അതിനെ അതിജീവിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജപ്പാൻ എന്ത് പറ്റി, ഒരു സൈനിക ശക്തി അല്ലാതെയായി മാറി. അന്ന് ലോകം കരുതിയാണ് ഇനി ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇസ്രയേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇസ്രയേൽ ഒരു ആണവ ശക്തിയാണ്. ഒപ്പം ഇറാനും ആണവ പരീക്ഷണമൊക്കെ നടത്തി അവർ കുറച്ച് സംഭരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് ചൈനയുടെയും റഷ്യയുടെയും ഒരു പരോക്ഷ സഹായം നിൽക്കും. ഇസ്രയേലിനെ ഇന്ത്യ സഹായിക്കുന്നുണ്ട്, ഒപ്പം അമേരിക്ക സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആണവ യുദ്ധം വീണ്ടും വന്നാലോ? അപ്പോൾ ലോകം മാത്രമല്ല, ഇപ്പം മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ കൂടെ അണിനിരക്കും എന്ന ആഹ്വാനങ്ങളും നടത്തിയിട്ടുണ്ട്. അതെ, മാത്രമല്ല ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളും ചില ഇടപെടലുകളൊക്കെ നടത്തും. അവരുടെ ഇപ്പോൾ കപ്പലുകളൊക്കെ ഈ ട്രേഡുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ യുദ്ധത്തിൽ പരോക്ഷമായി പങ്കെടുക്കുന്ന ഹൂത്തികളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു തീവ്രവാദ സംഘടന അവരെന്ത് കൊടുക്കുന്ന ഈ സീയിലൂടെ പോകുന്ന, അതായത് കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും. അപ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. അങ്ങനെ മുമ്പും ഈ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ 2 യുദ്ധക്കപ്പലുകളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. INS ചെന്നൈ, INS സുനൈന എന്ന് പറഞ്ഞുള്ള 2 യുദ്ധക്കപ്പലുകൾ. ഈ യുദ്ധക്കപ്പലുകൾ അവിടെ ചെല്ലുകയും ഈ പറയുന്ന കടൽ കൊള്ളക്കാരെയൊക്കെ തുരത്തുകയൊക്കെ ചെയ്തൊരു ചരിത്രമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇറാന് നേരെ ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവും. അത് ഭയന്ന് ഇന്ത്യ വീണ്ടും ഇപ്പോൾ 2 യുദ്ധക്കപ്പലുകൾ ഇറാനിലേക്ക് അയച്ചു. ഇതിന് മറ്റൊരു കാരണങ്ങളുണ്ട്. കാരണം അവിടുത്തെ ചാബഹാർ തുറമുഖം നമ്മളാണ് നോക്കുന്നത്. മാത്രമല്ല, അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി LNGയും LPGയും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നു. അപ്പം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇസ്രായേലും അമേരിക്കയൊക്കെ ആക്രമിക്കുമ്പോൾ ഈ പൈപ്പ് ലൈനിന് നേരെ ആക്രമണം നടന്നാൽ ഇന്ത്യയിലേക്കുള്ള ഊർജ്ജത്തിൻ്റെ സപ്ലൈ തടസ്സപ്പെടും. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് അയച്ചേക്കുന്നത്. പക്ഷേ ലോകം ഉറ്റുനോക്കുമ്പോൾ എന്താണ്, ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദമാണ്. ഒപ്പം ഇന്ത്യ 2 യുദ്ധക്കപ്പൽ അയച്ച് ഇറാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യ 2 പക്ഷത്തും നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കും. ഇപ്പോൾ ചൈന പല ഭാഗങ്ങളിലായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ശക്തിയാകാൻ ആഗ്രഹിക്കുന്നു. അതിനെ തടയാൻ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ചേർന്നൊരു സഖ്യം ഉണ്ടായിട്ട് അവരെ തടയുന്നു. അപ്പം ചൈന വിചാരിക്കുകയാണ്, എനിക്കിട്ട് പണി തന്നല്ലേ, എന്നാൽ ഞാനിനി ഇറാന് കുറച്ച് ആയുധങ്ങൾ കൂടുതൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സപ്ലൈക്ക് ശ്രമിക്കുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നൊരു വാർത്ത, ഇറാനിൽ നിന്ന് ആയുധങ്ങളുമായി പോയ ഒരു ചരക്ക് വിമാനം ഇറാഖിൻ്റെ പരിധിയിലെത്തി, വ്യോമ അതിർത്തിയിലെത്തിയപ്പോൾ ഇസ്രായേൽ ഉടനെ പറയുകയാണ്, ഇറാഖെ നിങ്ങളുടെ വ്യോമ അതിർത്തിയിൽ ഒരു വിമാനം ആയുധങ്ങളുമായി എത്തി, റോക്കറ്റും ലോഞ്ചറും ഒക്കെ ഉള്ളതാണ്. ഇത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാൻ നിങ്ങൾ നടപടിയെടുക്കണം, ഒരു വാണിംഗ് കൊടുത്തേ. അപ്പോൾ ഇറാഖ് ഉടനെ അവരുടെ അടുത്ത് പറയുന്നു, ഈ വിമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങളുടെ വ്യോമ അതിർത്തിയിലൂടെ. അങ്ങനെ ഇറാന് ആ വിമാനം U-ടേൺ എടുത്ത് തിരിച്ചു പോകേണ്ടി വന്നു. ആ സപ്ലൈ ആരാ ചെയ്യുന്നത്? ഒരുപക്ഷെ റഷ്യ ആയിരിക്കും, അല്ലെങ്കിൽ ചൈന ആയിരിക്കും. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഈ പറയുന്ന ലോക മഹായുദ്ധത്തിൻ്റെ പാതയിലേക്ക് വരികയാണ്. ഇതിനെ തടയാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ സൗദി, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കും. കാരണം യുദ്ധമുണ്ടായാൽ വ്യാപാര രംഗം പൂർണ്ണമായും തടസ്സപ്പെടും. അത് വിലക്കയറ്റത്തിനിടയാക്കും. രാജ്യത്തിൻ്റെ സുസ്ഥിരമായ മുന്നേറ്റത്തിന് കാരണം എല്ലാ രീതിയിലും അത് തടസ്സപ്പെടും. ഒരു യുദ്ധമുണ്ടായാൽ ഓരോ രാജ്യത്തെയും 20 മുതൽ 50 വർഷം വരെ അത് പിന്നോട്ടടിക്കും. പിന്നീട് നമുക്ക് അതിൽ നിന്ന് കരകയറും. ഇപ്പോൾ തന്നെ ഗാസയിലേക്ക് അവസ്ഥ അറിയാമല്ലോ, ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ മാത്രമാണ്. അതെല്ലാം ഒന്ന് മാറ്റി അവിടെ പുതിയ ബിൽഡിംഗ് നിർമ്മിച്ച് ഇനി ഇസ്രായേലി ജനതയെ തന്നെ അവർ പുനരധിവസിപ്പിക്കണമെങ്കിൽ എത്ര കാലം പിടിക്കും? അപ്പോൾ ഇതൊന്നും മനസ്സിലാകാതെ വീണ്ടും യുദ്ധത്തിൻ്റെ നടുവിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അതിനെ ഉൾക്കൊള്ളാനേ പറ്റില്ല. ഇപ്പോൾ 1970-80കളിൽ അമേരിക്കയുടെ ഒരു സഹായം നേടാൻ വേണ്ടി ചൈന ചില ഞൊടുക്ക് വിദ്യകളൊക്കെ കാണിച്ചു എന്ന് പറയുന്ന പോലെ ഇപ്പോഴും
പലപ്പോഴും അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാനായിട്ട് വരുമ്പോൾ മറ്റ് ചില രാജ്യങ്ങൾ ഇത്തരം സേവനം അല്ലെ സഹായമൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി അവർക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ യുദ്ധം നടന്നാൽ പോലും ഇന്ത്യക്ക് അവരുടെ ട്രേഡ് നടക്കണം, ഈ അഫ്ഗാനിസ്ഥാന് അവരുടെ ട്രേഡ് നടത്തണം, പാകിസ്ഥാന് ട്രേഡ് നടക്കണം, ചൈനയ്ക്ക് നടക്കണം, റഷ്യക്ക് നടക്കണം. അപ്പോൾ എന്തെടുക്കും, ഈ കപ്പലുകളൊക്കെ യുദ്ധം നടക്കാത്ത മേഖലയിൽ നിന്ന് വഴിതിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ചുറ്റി പോകേണ്ടിയൊക്കെ വരുന്നു. അപ്പോൾ റിസ്ക് ഇല്ലാത്ത ഒരു മാർഗ്ഗത്തിലൂടെ കപ്പലുകൾ വഴിതിരിഞ്ഞു പോകുമ്പോൾ 10-20 ദിവസം കപ്പലുകൾ എത്താൻ വൈകും. അപ്പോൾ ചിലവ് കൂടിയില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ഓയിലാണെങ്കിൽ അതിൻ്റെ വില, വസ്ത്രമാണെങ്കിൽ അതിൻ്റെ വില, ബേബി ഫുഡും അതുപോലുള്ള അവശ്യ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിൻ്റെ വില, എല്ലാത്തിൻ്റെയും വില കുതിച്ചു വരും. അപ്പോൾ യുദ്ധമില്ലാത്ത ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. നമ്മൾ കരുതിയത് ഇനി 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കും കരുതി. പക്ഷെ അതല്ലല്ലോ സംഭവിക്കുന്നത്. 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും? അമേരിക്ക ആയിരിക്കും? അല്ല, അമേരിക്ക ആയിരിക്കുമെന്ന് നമുക്ക് ഒരു വിധത്തിൽ പറയാം. കാരണം എന്താ പറയുക, അമേരിക്ക എപ്പോഴും യുദ്ധം ഉണ്ടാകണം ലോകത്തെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവരാണ്. അപ്പോൾ അവരുടെ ആയുധ കച്ചവടം നടക്കണം. അപ്പോൾ റഷ്യ ആഗ്രഹിക്കുന്നു, റഷ്യക്കും കുറച്ച് ആയുധ കച്ചവടമുണ്ട്. ഇസ്രയേലല്ല, ചൈനയ്ക്ക്, ഫ്രാൻസിനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിന്, ഇന്ത്യക്ക് പോലും ഉണ്ട്. ഇന്ത്യ പോലും ചൈനയ്ക്ക്, ഫ്രാൻസിനും അതുപോലെ തന്നെ റഷ്യയ്ക്കും ഒക്കെ ആയുധങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും കച്ചവട താല്പര്യമുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ളൊരു യുദ്ധ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ, ഇസ്രയേലിനെ ഇറാൻ കയറി ആക്രമിക്കുന്നു. ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും ഹൂത്തികളും ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളെ ഇളക്കി വിട്ട് ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടിയത് ഇറാനാണ്. ഇസ്രയേലിനെ കയറി ആക്രമിച്ച ഈ പലസ്തീൻകാരായ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നവരെ ഞങ്ങൾ യുദ്ധം നിർത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ നിലയിലേക്ക് പോകുമ്പോൾ ഇറാൻ കയറി ഇതിനകത്ത് അനാവശ്യമായി ഇടപെടുന്നു. ഇറാൻ എന്ന് പറയുന്ന ഒരു ഷിയ മുസ്ലിം രാജ്യമാണ്. അപ്പോൾ അവരുടെ ചിന്ത ഞങ്ങളുടെ കൂടെ ലോകത്തുള്ള മുസ്ലിം ജനത മുഴുവൻ വരുമെന്നാണ്. പക്ഷേ സുന്നി മുസ്ലിം ജനതയ്ക്ക് ഈ ഷിയാക്കാരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഇറാനൊപ്പം നിൽക്കില്ല. പക്ഷേ ഇറാനെതിരെ ഇസ്രയേൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയും എണ്ണപ്പാടങ്ങൾക്ക് നേരെ അതിക്രമം നടത്തുകയും ചെയ്താൽ മാസങ്ങളോളം നിന്ന് എണ്ണപ്പാടം കത്തും. അതുപോലെ തന്നെ ഇറാനിലെ ആണവ റിയാക്ടറുകൾ ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് ആക്രമണം നടത്തിയാൽ അവിടെയും ഈ ജപ്പാനിലൊക്കെ ഉണ്ടായതുപോലെ വലിയ ദുരന്തം ഉണ്ടാകും. ഇനി തിരിച്ച് ഇറാൻ അറ്റ കൈ എന്ന നിലയിൽ ഇസ്രയേലിൻ്റെ ആണവ മേഖലയിലേക്കാണ് ഇതേ ആക്രമണം നടത്തുന്നതെങ്കിൽ അവിടെയും ഈ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ലോകം രണ്ട് ചേരിയായിട്ട് മാറുകയും ഇന്ത്യ പോലെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങൾ പോലും മനഃപൂർവ്വം അതിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഈ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടണമെന്നാണ്, അല്ലേ? അതെ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതെ, ഇസ്രായേലിനെ ഇത്രയും രീതിയിൽ ഒരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികാരദാഹത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നത് ഹമാസിന്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്കൊരിക്കലും ഇസ്രായേൽ ഇത്രയും നാൾ നടത്തിയ ആക്രമണം പോലെ ഒരു ചെറിയ ആക്രമണമായിരിക്കില്ല ഇറാന് നേരെ നടത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അത്രയും എളുപ്പമായിരിക്കില്ല. കാരണം റഷ്യ ഇവരെ ബാക്ക് ചെയ്യുന്നുണ്ട്. റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളൊരു രാജ്യമാണ് റഷ്യ. അമേരിക്കേനെക്കാട്ടിയും കൂടുതൽ ആണവായുധം റഷ്യക്കുണ്ട്. അപ്പം ഇത്രയും നാൾ ഇസ്രായേലിന് ഈ യുദ്ധം നടത്തുക അല്ലെങ്കിൽ ഈ ഹമാസിനെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഹൂത്തികളെയൊക്കെ തുരത്തുക എന്ന് പറയുന്നത് എളുപ്പമായിരുന്നുവെങ്കിലും ഇനി അങ്ങോട്ട് അത്തരം രീതിയിൽ എളുപ്പമായിരിക്കില്ല. എല്ലാ ജാഗ്രതയും ഇസ്രായേൽ പിന്തുടരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗൗതം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഒക്ടോബർ 7 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഹമാസ് കയറി ഇസ്രായേൽ 1200ഓളം പേരെ കൊന്ന ദിവസം. ഒരിക്കലും ഇസ്രായേൽ അത് മറക്കില്ല. ഇപ്പോഴും ബന്ദികളായിട്ട് 100-ൽ പരം ആളുകൾ ഹമാസിന്റെ കൈവശം. അതെ, അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയാകുമെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഇസ്രായേൽ ഈ പ്രധാനമായിട്ടും തിരിച്ചടി കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഈ പേജറുകളും വോക്കി ടോക്കികളും ഒക്കെ ഈ ഒക്ടോബർ 7-ാം തീയതി പൊട്ടിച്ചുകൊണ്ട് ഒരു വലിയ സർപ്രൈസ്, ഒരു വലിയ ആഘാതം കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഇസ്രായേൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് നീങ്ങിയത്. പക്ഷേ ഈ വിവരം ചോർന്നു പോയി ഹിസ്ബുള്ളയുടെ കയ്യിലേക്ക് എത്തുന്നതായിട്ടൊരു സംശയം ഇസ്രായേലിനുണ്ടായി. അറിയാലോ, മൊസാദ് പോലെയുള്ള ചാരസംഘടന കൃത്യമായ നിരീക്ഷണം നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത്തരത്തിലൊരു വിവരങ്ങൾ ചോരാനുള്ള സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ചോരാൻ സാധ്യതയുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന പേജറുകളും ഈ വോക്കി ടോക്കിയൊക്കെ മാറ്റിയിരുന്നുവെങ്കിൽ ഈ ആക്രമണം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ വോക്കി ടോക്കി ആക്രമണവും ഈ പേജർ ആക്രമണവും നടത്തിയത്. അങ്ങനെ നടത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഒക്ടോബർ 7-നായിരുന്നു ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ആ സംഭവം കഴിഞ്ഞു പോയെങ്കിലും അവരുടെ മനസ്സിലെ മുറിപ്പാട് ഉടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഏത് രീതിയിൽ ആക്രമണം നടത്തും, ശക്തമായ ആക്രമണം ഇറാന് നേരെ നടത്തുകയും എണ്ണപ്പാടങ്ങൾ കത്തിക്കുകയും ചെയ്താൽ ഉറപ്പായിട്ടും ഒരു
മൂന്നാം ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും ഇനി അത് സംഭവിച്ചില്ലെങ്കിൽ മൂന്നാം ലോക യുദ്ധം ആർക്കും ഗുണകരമാവില്ല. അതെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന ഒരു മൂന്നാം ലോക യുദ്ധം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.